ഹലോ ഗീസ്, കഴിഞ്ഞ ട്രിപ്പില് എന്താ പറയുക കുറെ നെറേഷനും കാര്യങ്ങളും, അതായത് നമ്മുടെ ഡ്രീം ട്രിപ്പ് സ്പിതി പോയത് അത് ഇതുവരെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, പയ്യപ്പിടാം. അതിൽ വലിയൊരു പോരായ്മ പോലെ എനിക്ക് തോന്നിയ കാര്യമാണ്, അതായത് ആദ്യത്തെ 4-5 എപ്പിസോഡ് ഫുൾ നെറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ട്രിപ്പിലേക്ക് വരുന്നത്. ഈ വട്ടം അതില്ല, നമുക്ക് ഡയറക്റ്റിനെ പോയിലേക്ക് വരാം. അറിയണ്ടാവും, കണ്ട സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അടുത്ത ട്രിപ്പിനുള്ള തയ്യാറെടുപ്പല്ല, ഏകദേശം കഴിഞ്ഞ സ്പിതി പോയ ശേഷം എൻ്റെ അടുത്തൊരു മനസ്സിലുള്ള വലിയ ട്രിപ്പായിരുന്നു മാർച്ചിലെ ട്രിപ്പ്. അതിനിടയ്ക്കാണ് നമ്മൾ കുംഭമേളയ്ക്ക് പോയി വന്നത്. അപ്പോൾ ഓരോരോ മിനിറ്റും അങ്ങനെ നോക്കി അവസാനം ഡേറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. അങ്ങനെ ഈ ഒരു ട്രിപ്പിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ആദ്യം പറയേണ്ട ഒരാളെന്ന് വെച്ചാൽ പ്രമോസർ. ഞാൻ പറഞ്ഞിങ്ങനെ ഏകദേശം ജനുവരി ആയപ്പോഴാണ് ഞങ്ങളെ കലണ്ടർ വന്നത്. അതായത് ഞങ്ങൾക്ക് ഇത്ര ഹോളിഡേയ്സും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ജനുവരിയിലെ കലണ്ടർ വന്നപ്പോൾ ഞാനിങ്ങനെ ഫസ്റ്റ് പ്രമോസർ പറഞ്ഞു, സാർ ഇങ്ങനെ മാർച്ചിൽ ഒരു 3 ദിവസം കിട്ടുമോ? അപ്പം എന്നോട് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ മാർച്ചിൽ 3 ദിവസം കിട്ടുകയാണെങ്കിൽ, അതായത് ഹോളിൻ്റെ ലീവ്, ആ ഹോളിൻ്റെ ലീവ് 14 വ്യാഴം വെള്ളി ശനി ഞായർ, എനിക്ക് ഡേറ്റ് അറിയില്ല, വ്യാഴം വെള്ളി ശനി ഞായർ 4 ദിവസം ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ ഉള്ള തിങ്കൾ ചൊവ്വ ബുധനും കൂടി എടുത്ത് 7 ദിവസത്തെ പ്ലാനിൽ ട്രിപ്പ് ചെയ്താലോ സാറ് ചോദിച്ചു. സാറ് ചോദിച്ചാൽ അതെന്താ പോയി വന്നോ, ആ സമയത്ത് എല്ലാവരും ഇവിടെ ഉണ്ടെങ്കിൽ പോയി വന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മറ്റുള്ള സ്റ്റാഫിനോട് ചോദിച്ചു, അവരൊക്കെ ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ സാർ പെർമിഷൻ തന്ന്. അതിനുശേഷം നമ്മുടെ ഹെഡ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കുറേ വട്ടം പറഞ്ഞിട്ടുള്ള ഹെഡ് സെബിൻ സാർ ഞാൻ സാർ ഇങ്ങനെ ഒരു ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ സാർ പറഞ്ഞു, ആ കുഴപ്പമില്ല, നീ പോയി വന്നോ. അങ്ങനെ സാറും ഗ്രീൻ ലൈറ്റ് കാണിച്ച്. അതിനുശേഷം സുരേഷ് സാറ്, പ്രോജക്ട് മാനേജർ, സുരേഷ് സാറെ കുറിച്ച് നിങ്ങൾ അധികം ആൾക്കാർ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സുരേഷ് സാറും പറഞ്ഞപ്പോൾ സുരേഷ് സാറും എല്ലാവരും ഓക്കെയാണ്. അപ്പോൾ എന്ത് ചെയ്ത് അങ്ങനെ കഴിഞ്ഞ മാസം ഏകദേശം ഫെബ്രുവരി എപ്പോഴായിരുന്നു വെച്ചാൽ ഫെബ്രുവരി പകുതിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ലീവിന് അപ്ലിക്കേഷൻ കൊടുത്ത് സാർ സൈൻ ഇട്ടെന്ന് പോയി വരാൻ പറഞ്ഞ്. അങ്ങനെ പെട്ടി കിടക്കി ഒക്കെ പാക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇതാ പോകാൻ നിൽക്കുകയാണ്. ടാക്സിക്കാർ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എന്താ പറയണ്ടേ, വളരെ ഹാപ്പിയാണ്. പിന്നെ ഈ ട്രിപ്പിന് പ്രത്യേകത ഉണ്ട് കേട്ടോ, അത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലായിക്കോളും. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ഡൽഹിയിൽ നിന്ന് 10:30 ട്രെയിനുള്ള. അപ്പോൾ അതൊക്കെ സ്റ്റാർട്ടിങ് തൊട്ടേ ഇങ്ങനെ പറഞ്ഞു പോവുക, കുറേ കാര്യങ്ങൾ പറയാണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി ട്രിപ്പിലൊരു പ്രത്യേകത ഉണ്ട്. അത് സസ്പെൻസ് കിടക്കട്ടെ, സസ്പെൻസ് അല്ല, കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാവും സംഭവം എന്താണെന്ന്. അപ്പോൾ എന്താ, അപ്പോൾ നമ്മൾ സ്പിതി പോലെ തന്നെ ഇതുപോലെ പൊളിക്കും നമ്മൾ. അറിയില്ല, എക്സ്പെക്റ്റേഷൻ കാര്യങ്ങളില്ല, ഷെഡ്യൂളും കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് നിന്ന് പോകണം കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറേ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് കുറേ ആൾക്കാർ പ്രമോദ് സാറെ പറഞ്ഞ പോലെ തന്നെ പ്രമോദ് സാറെ കുറിച്ച് കുറേ പറയാനുണ്ട്. ഇനി അത് നമുക്ക് വഴിയെ പറയാം. അതുപോലെ തന്നെ ഈ ട്രിപ്പിൽ കുറേ ആൾ ഈ ട്രിപ്പിൽ കുറേ ആൾക്കാർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ പേരൊക്കെ പറയാനുണ്ട്. പിന്നെന്താടാ, ഫണ്ടൊന്നും സെറ്റ് ചെയ്യലുണ്ട് സ്റ്റാർട്ടിലൊക്കെ. അപ്പം എനിക്ക് ഫണ്ടൊക്കെ സെറ്റാക്കി കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ പേരൊക്കെ പറയണം. അപ്പം എന്താടാ, നമ്മളിത് പൊളിക്കും. അപ്പോൾ ടാറ്റാ. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ടാക്സി വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ടാക്സിയിൽ നമ്മുടെ എൻ്റെ ഫ്ലാറ്റിൻ്റെ പുറമേയുള്ള എൻട്രിയാണിത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ടാക്സി ഡ്രൈവർ. പുള്ളിയുടെ വണ്ടി കയറിയപ്പോൾ തന്നെ പുള്ളി നല്ല കമ്പനി. പുള്ളി പറഞ്ഞു, എൻ്റെ വണ്ടിയിൽ എത്ര കേരളത്തിൽ ആൾക്കാർ കയറിയിട്ടുണ്ടോ അവരൊക്കെ ഇതുപോലെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസിന് നമ്മളെ കേരളക്കാർ നല്ല മതിപ്പാണ് കേട്ടോ. കാരണം നമ്മളെ എഡ്യൂക്കേഷൻ ആയാലും നമ്മളെ നാടാണെങ്കിലും നമ്മളെ എന്താ പറയുക സംസ്കാരമാണെങ്കിലും എല്ലാവർക്കും നല്ല കാര്യമാണ്. അങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഡൽഹിയൊക്കെ എത്താനായിട്ടുണ്ട്. ഏകദേശം 1/2 മണിക്കൂറോളം യാത്ര ഉണ്ട് കേട്ടോ. ഭാഗ്യത്തിന് വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇത് നോക്കിയേ, ഇവിടെ എന്ന് വെച്ചാൽ ഇങ്ങനെ ആൾക്കാർക്ക് വലിയ ബോധമൊന്നുമില്ല കേട്ടോ, വണ്ടി എവിടെ നിന്ന് വരുന്നത് എങ്ങനെ പോകുന്നൊക്കെ. അപ്പോൾ നോക്കിയും കണ്ടിട്ടൊക്കെ വണ്ടി ഓടിച്ചില്ലെങ്കിൽ പണി പാടും. നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് കേട്ടോ. 10:30 നമ്മൾ ട്രെയിൻ. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് ഒരു 9 ആയിട്ടേ ഉള്ളൂ. ഒടുക്കത്തെ ബ്ലോക്ക് 9 ആയിട്ടേ ഉള്ളൂ. ടൈമുണ്ട് നടക്കേ. ഇവിടെ കുറേ ആൾക്കാരുണ്ട് വെയിറ്റ് ചെയ്യുന്ന വണ്ടിക്കൊക്കെ. നമുക്കൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നമ്മൾ ഫുള്ള് വയറൊക്കെ ടിപ്പിലാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഡൽഹിയിൽ എത്തിയപ്പോൾ നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ചെക്കിങ് ചെയ്യുന്ന മെഷീനിലിട്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അപ്പുറത്ത് പോയി കളക്ട് ചെയ്ത് ഇതാണ് നമ്മുടെ ഡൽഹി രോഹില റെയിൽവേ സ്റ്റേഷൻ കേട്ടോ.
അത് ഫസ്റ്റ് ഈ സെക്കൻഡ്. നമുക്ക് വെയിറ്റ് ചെയ്യാം, ഇവിടെ നോക്കാം. ഇതാട്ടോ നമ്മളെ വണ്ടി. അങ്ങനെ പ്ലാറ്റ്ഫോം ഒക്കെ നോക്കിയ ശേഷം നമ്മൾ അവിടത്തേക്ക് നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ വണ്ടി വന്നു കേട്ടോ. ട്രെയിൻ ഇടത് അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ ബോഗി എന്തോ ലോക്ക് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എന്താണെന്ന് വെച്ചാൽ ഈ സൗത്ത് ഇന്ത്യൻ അധികം കണ്ടിട്ടില്ല, അതായത് നോർത്ത് ഇന്ത്യൻസൊക്കെ എന്ന് വെച്ചാൽ ഈ ട്രെയിനിൻ്റെ ബോഗിയൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തീരെ വെയിറ്റ് ചെയ്യത്തില്ല, അവർ ഫുൾ അക്രമമാണ്. അതായത് കുംഭമേളയുടെ നിങ്ങളെ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കണം. അതായത് സ്വന്തം ബോഗി തുറക്കാത്ത അവർ എ സി കമ്പാർട്ട്മെൻറ്റിൽ ചില്ലൊക്കെ അടിച്ച് പൊടിച്ചിട്ടാണ് ഉള്ളോട്ട് കയറുന്നത്. ആ ഒരു മെൻറ്റാലിറ്റിയാണ് ഈ പുള്ളിക്ക് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കുറച്ചൊന്നും വെയിറ്റ് ചെയ്തപ്പോൾ ഇതാ അപ്പുറത്തുള്ള ബോഗിയിലെ ആ ഡോർ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കോമഡി എന്ന് വെച്ചാൽ ഇവർക്ക് ഈ റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റ് റിസർവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ലാസ്റ്റ് പോയാലും അവരുടെ സീറ്റ് അവിടെ തന്നെ ഉണ്ടാകും, പക്ഷെ എന്നാലും തിക്കും തിരക്കൂടെ എല്ലാം കയറണം. അതാണ് ഇവിടുത്തെ കൾച്ചർ. അങ്ങനെ തിരഞ്ഞ് നടന്ന് അവസാനം എൻ്റെ സീറ്റ് കിട്ടി കേട്ടോ. ഏറ്റവും കോമഡി എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു കാലത്തും ലോവർ ബർത്ത് ഒരിക്കലും കിട്ടില്ല, എപ്പോഴും നോക്കിയാൽ അപ്പർ ബർത്ത് കിട്ടുള്ളൂ. അങ്ങനെ കാലിലെ ബൂട്ടൊക്കെ കഴിച്ച് സീറ്റിനടിയിൽ വെച്ച് ഞാൻ മെല്ലെ അപ്പർ ബർത്തിലേക്ക് കയറി. സ്റ്റാർട്ടിങ് എല്ലാം നല്ല ബോറായി തോന്നിയെങ്കിലും പിന്നെയാണ് ഇതാ ഈ അടുത്ത ഭാഗത്തിന് കിങ്കരന്മാരുടെ വന്നു കേട്ടോ. അവർ രണ്ടാൾ ഇവിടെയുണ്ട്, ഒരാൾ അപ്പുറത്തുണ്ട്. അവർ വന്നതോടെ കമ്പാർട്ട്മെൻറ്റ് ഫുൾ ഓണായി. അവർ നല്ല ആക്റ്റീവ് ആയിരുന്നു, അവരെ പാട്ടും ഡാൻസും. പിന്നെയെന്ന് വെച്ചാൽ ഡാൻസ് ഇല്ല കേട്ടോ, അതേ പാട്ടും കാര്യങ്ങളും വർത്താനൊക്കെ ആയിട്ട് നല്ല ആക്റ്റീവായി. അത് കഴിഞ്ഞ് ഞാൻ നോക്കി എൻ്റെ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ കുറേ അവരായിട്ട് അവരെ കളിയും കാര്യങ്ങളും കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ശരിക്കും ഈ കമ്പാർട്ട്മെൻറ്റിൻ്റെ 2 സെക്ഷൻ ഫുള്ള് ഇവരാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ 10-12 ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഇവിടെ സംസാരം കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഇവർ ജമ്മു കാശ്മീരിലെ വൈഷ്ണവ ദേവി ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കമ്പാർട്ട്മെൻറ്റിൽ ലൈറ്റും കാര്യങ്ങളും ഓഫാക്കി. ഏകദേശം ഇപ്പോൾ ടൈം 10-11 മേലെ ആയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ കിങ്കർമാരിപ്പോൾ ലൈറ്റ് ഓണാക്കി ഓഫാക്കി കളിക്കുകയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. മക്കളല്ലേ, അതിൻ്റേതായ കോമഡിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും കൂടെ കുറേ ഉറങ്ങാനായി, കുറേ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ കമ്പാർട്ട്മെൻറ്റ് അത്യാവശ്യം സൈലൻ്റായി. അപ്പോൾ ഇന്ന് നമ്മൾ അത്യാവശ്യം നല്ല ടയേർഡായിരുന്നു. അപ്പോൾ ഇത്രയും വിശേഷങ്ങളാണ് നമ്മുടെ ഡേ 1-ലുള്ള. അപ്പോൾ നാളെ ഏകദേശം ടൈം നോക്കിയപ്പോൾ ഒരു 8:30-9 മണിയാകുമ്പോഴത്തേക്ക് ജമ്മു തവി എത്തുന്നതാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നാളത്തെ വിശേഷം നാളെ തുടരാം. അപ്പോൾ എല്ലാവരും ഗുഡ് നൈറ്റ്. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും. ഗുഡ് ബൈ. സമയം ഏകദേശം ഇപ്പോൾ ഒരു 9 മണി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ച് എപ്പോഴാണ് ജമ്മു തവി റെയിൽവേ സ്റ്റേഷൻ എത്തുകയെന്ന്. അപ്പോൾ അവരോട് പറഞ്ഞു ഏകദേശം ഒരു 1/2-3 മണിക്കൂറുകൊണ്ട് എത്തുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചായക്കാരൻ ചേട്ടൻ ചായയും കൊണ്ട് വന്നു കേട്ടോ. ഇത് സാധാരണ ചായ അല്ല, ഇത് മസാല ചായയാണ്. ഞാൻ ജീവിതത്തിൽ ഇതുവരെ മസാല ചായ കുടിക്കാത്തത് കൊണ്ടും വയറിൻ്റെ അകത്ത് ഒന്നും ഇല്ലാത്തതുകൊണ്ടും ഒന്ന് വാങ്ങാൻ തീരുമാനിച്ചു. സത്യം പറഞ്ഞു, ഈ മസാല ചായ കുടിക്കാത്ത ഏതോ ഒരുത്തൻ വെറുതെ ഇട്ട പേരാണ് മസാല ചായ. കുടിച്ചപ്പോൾ നമ്മളെ സാധാരണ ചായൻ്റെ ടേസ്റ്റ് പോലും മസാല ചായക്കില്ല. എന്തോ ഒരു സാധനം കലക്കി വെച്ച ആ ഒരു ഫീലാണ് എനിക്ക് ഉണ്ടായത് കേട്ടോ. ഏറ്റവും കോമഡി എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ കയ്യിൽ നിന്ന് കുറേ ആൾക്കാർ ഈ മസാല ചായ എന്ന് കേട്ട് വാങ്ങി കുടിക്കുന്നുണ്ട് കേട്ടോ. ഒരാളുടെ അന്നായതുകൊണ്ടാണ് ഞാൻ മിണ്ടാത്തത്, അല്ലെങ്കിൽ ഞാൻ വിളിച്ചു പറയുന്നത് ബൈസാബ് ഓ ബഹുത്ത് കച്ചറ ഹേ. അപ്പോഴാണ് ഇതാ നമ്മുടെ ഈ കിങ്കരന്മാർ അവരാണ് കേട്ടോ നമ്മളെ കമ്പാർട്ട്മെൻറ്റിൽ ആദ്യം എഴുന്നേറ്റത്. ശരിക്കും പറഞ്ഞാൽ അവർ എഴുന്നേറ്റ് ഫോണിൽ കളിയും വർത്താനൊക്കെ ആയിട്ട് മറ്റേ ആൾക്കാരെ കൊണ്ട് എഴുന്നേൽപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അവർ ഇന്നലത്തെ പോലെ തന്നെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ളത് കേട്ടോ. ഒരു കാര്യം പറയാൻ വിട്ടു, നമ്മുടെ മസാല കോഫിക്ക് 25 രൂപയാണ് കേട്ടോ വില. ആ 25 രൂപയിൽ ആ 5 രൂപ ഈ കോലിനുള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മളുടെ ഈ യാത്രയിൽ നമ്മൾ മുഴുവൻ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ഈ അടുത്ത് വാങ്ങിയ GoPro 12 ആണ് കേട്ടോ. ഹീറോ ബ്ലാക്ക് 12 ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വൈഡ് റേഞ്ചും കാര്യങ്ങളൊക്കെ പരീക്ഷിക്കാൻ പറ്റിയ അവസരമാണ്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന വ്യൂ അതിൻ്റെ ഹൈപ്പർ വൈഡാണ് കേട്ടോ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ജമ്മു താവി എത്തിയിട്ടുണ്ട്. അതാണ് ജമ്മു താവി. നമ്മുടെ ഈ ഇടത്ത് ഭാഗത്ത് കൂടെ കടന്നു പോകുന്നുണ്ട് കേട്ടോ നമ്മളെ വന്നിറങ്ങിക്കഴിഞ്ഞ്. അടുത്ത നമ്മുടെ ലക്ഷ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും പുറത്തെത്തിയിട്ട് നേരെ ബസ് സ്റ്റാൻഡ് പിടിക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം.
റെയിൽവേ സ്റ്റേഷനിൽ മറ്റു കടകളും കാര്യങ്ങളൊന്നും ഓപ്പൺ ആയിട്ടില്ലെങ്കിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ മെയിനായിട്ട് ഫോക്കസ് ആയിട്ടുള്ള. बाहर कैसे जाएगा? बाहर कैसे जाएगा? ഈ സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമ്മൾ പുറത്തേക്ക് പോകാൻ കേട്ടോ. ഏറ്റവും കോമൺ എന്താ അറിയോ, ഈ ജമ്മു താവി എത്തിയ ശേഷം നമ്മൾ അറിഞ്ഞില്ല ജമ്മു താവി ആണ് എന്നുള്ളത്. ഇവിടെ റേഞ്ചില്ല ഫോണിനൊട്ടും റേഞ്ചില്ല. ആ സമയത്ത് നമുക്കറിയില്ല. അപ്പോൾ ഞാൻ വെറുതെ അവിടെ ചോദിച്ചതാണ് ജമ്മു താവി എത്താൻ ടൈം എടുക്കുന്നു. അപ്പോൾ പറയുന്നത് ജമ്മു താവി ആണ് ഇതെന്ന്. ജസ്റ്റ് മിസ്സാണ്. അതായത് ട്രെയിൻ എടുക്കാൻ ഒരു 10 സെക്കൻഡ് മുന്നെയാണ് ഇറങ്ങുന്നത്. പെട്ട് വരുന്നു. അല്ലെങ്കിൽ 4 മണിക്ക് നമ്മൾ അപ്പുറത്ത് പോയിട്ട് വേണം ഇപ്പുറത്തോട്ട് വരാൻ. ഇതാണ് കേട്ടോ നമ്മുടെ ജമ്മു താവി റെയിൽവേ സ്റ്റേഷൻ്റെ ഓവർവ്യൂ. അപ്പോൾ ഒരു ചോട്ടാപ്പി അമ്മയുടെ തോളത്തൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അതിനിടയ്ക്ക് വേറെ ചോട്ടാപ്പി താഴെ ഇരുന്നിട്ട് എന്തൊക്കെയൊക്കെയോ കോപ്പറായും കാണിക്കുന്നുണ്ട്. ഒരു കുട്ടി ബാഗൊക്കെ വെച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് എന്തെങ്കിലും ആകട്ടെ. അപ്പോൾ ഇതാണ് നമ്മൾ പുറത്തേക്കുള്ള വഴി കേട്ടോ. നമ്മൾ അടുത്ത ലക്ഷ്യം വെച്ചാൽ സിം എടുക്കലാണ്. സിം ഇവിടെ റേഞ്ചിലെത്തോണ്ട് തന്നെ ഈ അടുത്ത ഭാഗത്ത് കുറേ ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നില്ല. അവരൊക്കെ അവരുടെ ടാക്സിക്കായിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഇത് പഴയ കാലത്ത് പോകുന്നുണ്ട്. इधर जम्मू तावी रेलवे स्टेशन. इधर बस स्टैंड कहाँ है? बस स्टैंड दूर है 5 किलोमीटर है. 5 किलोमीटर. कितना ऑटो के लिए कितना पैसा? ऑटो है श्रीनगर मैम. श्रीनगर जाने के लिए कितना पैसा आएगा? श्रीनगर जाने के लिए कितना पैसा आएगा? कितने बंदे हो सर? एक बंदा 1300 रुपये. 1300. अभी आपको बस स्टैंड श्रीनगर की गाड़ी नहीं मिलेगी यार. ठीक है. ये बस स्टैंड कहाँ है? श्रीनगर आपको जाना है जैसे अभी जाना है. बताइए बस स्टैंड कहाँ है? बस स्टैंड नीचे है. नीचे. ठीक है सर, थैंक यू. ഇവിടെ എന്ന് വെച്ചാൽ എൻ്റെ ഈ ട്രിപ്പ് അതായത് തുടങ്ങുമ്പോഴേ ഞാൻ പറഞ്ഞ കാര്യമാണ്, ഞാൻ മാക്സിമം ബഡ്ജറ്റ് ഫ്രണ്ടിലേക്കും മാക്സിമം. കാരണം എന്താ ഈ പൊട്ടിക്കത്തില്ല. എങ്ങനെയെങ്കിലും മാക്സിമം ചെറിയ പൈസ കൊണ്ട് തന്നെ കവർ ചെയ്ത് എടുക്കണം എനിക്ക് ട്രിപ്പ് കംപ്ലീറ്റ്. ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ട്രാവലിംഗ് കാര്യത്തിലാണെങ്കിലും. ഇവിടുന്ന് 5 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നടന്നിട്ടുണ്ടാവും. എനിക്ക് നടക്കാൻ വലിയ വിഷയമുള്ള കാര്യമാണ്. നമുക്ക് ആരോഗ്യമുണ്ട്, കാര്യങ്ങളുണ്ട്, മാക്സിമം സെറ്റാക്കും. ഇവിടെ പോലീസ് സ്റ്റേഷൻ അടുത്ത്. भाई साहब बनिहाल जाने के लिए इधर बस मिलेगा? ठीक है. बनिहाल बस स्टैंड है. इतना कितना दूर है? थोड़ा मतलब आसपास 7 किलोमीटर है. इधर तक उधर ही बस मिलेगा? बस स्टैंड के लिए छोटे ऑटो मिलेंगे. बस छोटा ये ऐसे ऑटो भी जाते हैं. ऑटो जाए. ठीक है सर. ज़्यादा पैसा है कि ज़्यादा महंगा बंदा? ज़्यादा पैसा महंगा पूछना पड़ेगा. हाँ ठीक है. पास में 20 रुपये. हाँ 20 ठीक. हाँ बस स्टैंड जाने के लिए अभी बनिहाल जाना पड़ेगा. कितनी सवारी? एक ही बंदे. कितना रुपये? 300 रुपये लगेगा. 300 है 5 किलोमीटर के लिए. 300 बहुत बड़ा पैसा है. थोड़ा कम कर दीजिए. कम क्या बताओ.
250 नहीं चलेगा। 60 रुपये पार्किंग लगती है, क्या करें? देखो अभी 7-8 किलो का 200 तो 150 तो 150 चलेगा। हाँ 200 बढ़ो नहीं कितने जाना है? 150 चलेगा, 200 नहीं चलेगा। कहाँ जाना? डेढ़ अभी ये काश्मीर बस स्टैंड, कश्मीर नहीं ये बस स्टैंड है ना इधर का, बनिहाल जाना पड़ेगा। छोटी गाड़ी मिलेगी बनाल के लिए। यहाँ पर जान दो। अभी 200 नहीं मिलेगा, 150 चलेगा। रास्ते से मिल गई 150, अगर बस स्टैंड जाना है 200। रास्ते में बाईपास में भी लगा होता है ना गाड़ी, वहाँ से मिल गया तो 150 दे देना। अगर बस स्टैंड जाना पड़ा फिर 200। अभी बाईपास तक बस स्टैंड कितना दूर है? बाईपास से उतना ही आगे बस स्टैंड है। नहीं मैं बोल रहा जाएगा जो ओ सडन गया अरे भाई साहब रुको रुको, मैं पूछ रहा है बाईपास जो बस स्टैंड में कितना दूर है? और पास में ही है थोड़ा। मेरी बात नहीं समझे, इधर से गाड़ी मिल जाएगी सस्ता। हाँ और बस स्टैंड जाओगे तो रेट ज़्यादा लगेगा। बात समझे नहीं? हाँ बिल्कुल समझिएगा। हाँ बैठो। अभी 150 है ना? हाँ 100। आप किधर छोड़े तो छोड़ते हैं जी। एक मिनट छोटी गाड़ी में जाना है ना? इधर बनिहाल। बनिहाल हाँ। हाँ बैठो। बनाओ दे रेट बता दो। मैं बनाओ दे रेट बता दो। हाँ उधर बस में जाएगा। मैं हाँ बस में जाएगा तो बस का कितना है? चेक करेगा पहले, इधर बस स्टैंड में छोड़ दीजिए मेरा। बस का 600। ठीक है नहीं अब पहले उधर देखिए, इसके बाद देखिएगा। 700 में इतना निकास नहीं कर सकते। मेरी बात सुनो, अब बताओ। बस जो है ना भरेगी जाएगी 15 घंटा लगेगा, ठीक है? हाँ ठीक है, मेरा को कुछ दिक्कत नहीं, अर्जेंट नहीं है मेरा। छोटी गाड़ी में जाओगे ना हाँ 600 रुपया लग जाएगा। हाँ ठीक है मैं ठीक है चलिए आप बात कर लेना, मैंने थोड़े करनी है कोई बात। ठीक है ठीक ഓക്കെ। കാശ്മീർ യാത്രയിൽ അത്യാവശ്യം നല്ല രീതിക്ക് സ്കാം കിട്ടുന്നുള്ളത് കുറേ യൂട്യൂബ് വീഡിയോയിലും പിന്നെ അനുഭവമുള്ള കുറേ ആൾക്കാർ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ജമ്മു താവിയിൽ വന്നിറങ്ങി ആ സ്പോട്ട് തന്നെ കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. കാരണം ജമ്മു താവി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് ഏകദേശം അറൗണ്ട് 2 കിലോമീറ്ററിൻ്റെ അടുത്തേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഫോണിൽ അതായത് നമുക്ക് സിമ്മ് ഇല്ലല്ലോ, നമ്മൾ പോസ്റ്റ് പെയ്ഡ് സിമ്മ് നമ്മുടെ കയ്യിലില്ല, അതുകൊണ്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഓട്ടോക്കാർ എന്ത് പറയുന്നത് അത് അതുപോലെ തന്നെ വിശ്വസിച്ച് നമ്മൾ ഓട്ടോ കയറിയപ്പോൾ ശരിക്കും ഒരു 1-2 കിലോമീറ്റർ, നമ്മുടെ ആദ്യം ഇവർ പറഞ്ഞ 5 കിലോമീറ്റർ ഏകദേശം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. പക്ഷേ 2 കിലോമീറ്ററിൻ്റെ അത്ര പോലുമില്ല. അതിന് ഇവർ വാങ്ങുന്നത് വെറും 400 രൂപ 500 രൂപയ്ക്കാണ് കേട്ടോ വാങ്ങുന്നത്. അപ്പോൾ ജമ്മു കാശ്മീർ യാത്രയല്ല, ആദ്യ സ്കാമാണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ ഇവർ നമ്മളെ നേരെ കൊണ്ടിറക്കുക എങ്ങോട്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നേരെ ഇവർ മറ്റുള്ള ടാക്സി ഡ്രൈവറെ അടുത്തേക്കാണ് കൊണ്ടിറക്കുക. അങ്ങനെ കൊണ്ടിറക്കുമ്പോൾ ഇവർക്ക് കമ്മീഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ജമ്മു കാശ്മീർ യാത്രയിലെ ആദ്യത്തെ അനുഭവം. നല്ലവരായ ഓട്ടോ ചേട്ടന്മാരെ കുറിച്ചാണ് എനിക്ക് എപ്പിസോഡിൽ പറയാനുള്ളത്. ഇനിയും കുറേ സ്കാമും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ നമ്മൾ പൊളിച്ചടക്കുന്നതും കാര്യങ്ങളൊക്കെ ഈ പറയാനുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നവരേക്കും അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഞാൻ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴും ഞാൻ പറയുന്നതാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട, കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. പക്ഷെങ്കിൽ ഈ ജമ്മു കാശ്മീർ യാത്ര ആരെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അത് അവർക്ക് വലിയൊരു ഉപകാരമായിരിക്കും തോന്നുന്നു. എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ. ഇവിടുന്ന് സാധാരണ ബസ്സിലൊക്കെ കണ്ടിട്ടില്ല 250-300 രൂപയ്ക്ക് എവിടെ എത്തുന്ന ശ്രീനഗർ എത്തുന്നതാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഇവർ പറയുന്നത് വെച്ചാൽ 500-600 രൂപയ്ക്കാണ് ശ്രീനഗർ റേറ്റ്. നമുക്ക് നോക്കാം എന്തായാലും. നമ്മളെന്തായാലും നമുക്ക് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് മെല്ലെ പോയി തിരിച്ചു വന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ബസ് സ്റ്റാൻഡ് തപ്പിയാണ് സംഭവം. ഇവിടെ എല്ലാവരും ബസ് സ്റ്റാൻഡ് ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നെറ്റ്വർക്ക് കിട്ടത്തില്ല, നെറ്റ്വർക്ക് ഫുൾ കട്ടായി കിടക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നോക്കാൻ. गुरुजी
बस स्टैंड जाना पड़ेगा, बस स्टैंड, बस स्टैंड। कैसे जाएगा? അതായത് പിന്നിലും ബാഗ് മുന്നിലും ബാഗ് ഒരു കയ്യിൽ ഗോപ്രോയും. വീണതല്ല, സാഷ്ടാംഗം നമിച്ചതാണ്. ജി ആരാം से इधर वो इधर कैसे बैठोगे? पीछे बैठो, पीछे है सीट, बैठो। नीचे चले जा रही उधर में हो। इतना लंबा ब्रेक बोले तो मेरे को बोल रहे हैं पीछे बैठो, पीछे बैठो। पकड़ के भाई ऊपर इतना नहीं सोचा नहीं। ये मेट्रो वाला ब्रेक नहीं, ये भाई बहुत तगड़ा അങ്ങനെ ബസ്സിന്റെ ഏറ്റവും പിന്നിലെ സീറ്റിൽ ഞാൻ നിലയുറപ്പിച്ചു കേട്ടോ. इसको भी ऐड करना उसको। ये आ गया होगा। कैमरा चल रहा है, देखो कितना तगड़ा ब्रेक लगता है। നോക്കുമ്പോൾ ബസ്സിലെ എല്ലാ യാത്രക്കാരും ഒരേ വൈബ് കേട്ടോ. ശരിക്ക് അതുവരെ അനുഭവിച്ച ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ആ ഒരൊറ്റൊരു ബസ്സിലെ ആ ഒരു ഫസ്റ്റ് 5 മിനിറ്റ് കൊണ്ട് ഇല്ലാതായി കേട്ടോ. दो बैग है तो कैसे जाएगा वो बहुत। कहाँ से आए हो? उधर वो कुत्तेदार था। कहाँ से? मैं केरला, केरला सबसे, आप सबसे हाँ नारियल बोलते हैं। क्या? नारियल लेना था हाँ नारियल, नारियल और लेके आना था। हाँ केरला उतनी ज्यादा नारियल है। ये बैग में लाए हो? बैग में नहीं है, मेरे में पूरा कपड़ा। शूटिंग करके आना था, नारियल की भी लेके आना था, उसको भी शूटिंग करके आना था। हमने भी अगले बार आने का समय सब लेके आएगा। कश्मीर जा रहे हाँ काश्मीर जा रहे हैं। नारियल का तेल एक बंदे लिखी है इधर नारियल का ऑयल। ऑयल। हाँ इधर ये मस्टर्ड को ज्यादा यूज कर रहे हैं एरिया में। खाने का भी यूज सही रहता है भाई। केरला का ही बंदा है हाँ केरला का बंदा। और जम्मू स्टेशन में उसका कोई कजन है। ओ ठीक है। बनिहाल कश्मीर। हाँ बनिहाल जाना पड़ेगा। बनिहाल हाँ। आप एक हो दो? एक बंदा एक ही हो? जाने वाला कोई श्रीनगर में आप एक हो भैया? दे एक हो? वहीं से मैं बस में जाएगा। बस स्टैंड से बहुत हाँ ओ ठीक है। अभी वो बंदा बोल रहा है मेरे को 800 रुपये। से ज्यादा मत हाँ भाई से ज्यादा, मैं ज्यादा महंग रहा है वो बंदा। 800 900 बोल रहे। पहले 900 बोला था, मैं बोला बात 800। फेमस कर रहे हैं इसको। जाना भैया बनिहाल जाना है? चलो भैया इसको नहीं बस में टैक्सी जाएगा। गाड़ी है 500 दे देना यार। भाई साहब मेरे नहीं चाहिए, अब चाहिए। मैं जाए तो बोलेगा। मेरे को वीडियो बनानी है, मेरे को वीडियो बनानी है। अभी टैक्सी जाए कुछ फायदे नहीं, अभी बस में जाए तो आपको बंदा को बात करे जा सकते, थोड़ा मजा लगेगा। आप किधर से? यूपी शानपुर। घूमने के लिए जा रहा है? घूमने के लिए जा रहा है? सर्विस है क्या? आर्मी। हाँ बढ़िया। नाम क्या है आपका? सागर ज्योति। बढ़िया सर। അതുവരെ നമ്മളോട് സംസാരിച്ചിരുന്ന ആ ചേട്ടൻ ആർമിക്കാരനെന്ന് പറഞ്ഞപ്പോൾ ഒരു സംഭവമില്ല. ആ ചേട്ടൻ മാത്രമല്ല കേട്ടോ, ആ ബസ്സിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ആർമിക്കാർ ഇരിക്കുന്നുണ്ട്. കണ്ട ഇവരൊക്കെ പറഞ്ഞാൽ എൻ്റെ പേരെന്തായിരുന്നു, ടാക്സിക്ക് പോയാൽ 600-700 ഒക്കെ, ബസ്സിൽ പോയി 200-150 പരിപാടി കഴിയും. അത് ഈ 600 കൊടുക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടല്ലോ, പക്ഷേ എങ്കിൽ അതിന് ആവശ്യമില്ല. നമുക്കിങ്ങനെ ടാക്സിലൊക്കെ വേണ്ടി രസം ഉണ്ടാവില്ല. ഇവരവിടെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇത്ര പരിചയപ്പെട്ടില്ല. നാരിയൽ പാനി അതാണ് എൻ്റെ ഒരു ഭംഗി. അപ്പോൾ അങ്ങനെ പോവാം. നമുക്കൊരു തിരക്കില്ല, അത് ഏറ്റവും രസം. ഒരു തിരക്ക് ഒരാഴ്ച നമ്മളെ കയ്യിലുണ്ട്, ഒരാഴ്ചയിലെ 10 ദിവസം നമ്മളെ കയ്യിലുണ്ട്. അടുത്ത തിങ്കളാഴ്ച റിട്ടേൺ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ടൈമുണ്ട്, നമുക്ക് എന്തിനാ തിരക്ക് പിടിച്ചിട്ട് ഒരാവശ്യമില്ല. ഇങ്ങനെയൊക്കെ എനിക്ക് ആരാധിച്ച പാട്ടല്ല, പാട്ടൊക്കെ പാടി ഇങ്ങനെ പോവാം. ഈ നമ്മളോട് സംസാരിക്കുന്ന ചേട്ടനില്ലേ, പുള്ളിക്കാരൻ ആർമിക്കാരനാണ്. ज्यादा मांगना सही रहता।
जो भी पैसा ज़्यादा बोले बोलो नहीं कम करने का। हाँ ये ज़्यादा मतलब हाँ टिकट कितना कहाँ जाना है? बस स्टैंड में एक 300 रुपये चाहिए बोला था। कहाँ से? अभी जम्मू रेलवे था। स्टेशन से हाँ बस स्टैंड का। हाँ नहीं बस स्टैंड का नहीं, अभी मैं आगे ना वो एरिया में आने के लिए 300 रुपये बोला था। बात कर रहे 100 आ गया। अभी पैदल में जाए तो जल्दी पहुंच जाएगा, अभी 100 इधर खत्म। അങ്ങനെ ആർമിക്കാരൻ ചേട്ടന്മാരോട് സംസാരിച്ച് നമ്മൾ വെറും 20 രൂപയ്ക്ക്, ഓട്ടോക്കാരൻ 300 പറഞ്ഞെടുത്ത് നിന്ന് നമ്മൾ വെറും 20 രൂപയ്ക്ക് ജമ്മു താവി റെയിൽവേ സ്റ്റേഷൻ ഏരിയയിൽ നിന്ന് നമ്മൾ ജമ്മു താവി ബസ് സ്റ്റാൻഡിലേക്ക് എത്തി കേട്ടോ. എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു അതിന് കിട്ടിയത്. അപ്പോൾ നമ്മൾ അടുത്ത ലക്ഷ്യം എന്ന് വെച്ചാൽ മൊബൈൽ ഷോപ്പിൽ പോയി സിം കാർഡ് എടുക്കലാണ് കേട്ടോ. सिम वो सामने पता करो नहीं तो सामने वो लगे ना सतबी हाँ हाँ लाल वाला ये लड़का हाँ ठीक है धन्यवाद താങ്ക് യു. അപ്പം നമ്മൾ അടുത്ത ടാർഗറ്റ് സിം എടുക്കലാണ്. അപ്പോൾ സിമ്മിലാണ് ഒരു പരിപാടി നടക്കില്ല, മറ്റേ സിം ഉണ്ട് നമുക്ക് തപ്പി നടക്കാം. ഇവിടെ മാപ്പ് എവിടെയാണ് അതെവിടെ ഇതെവിടെയാന്നൊക്കെ. ചാച്ചാ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാം പറയും 1 സീറ്റേ ബാലൻസ് ഉള്ളൂ, 2 സീറ്റേ ബാലൻസ് ഉള്ളൂ, 3 സീറ്റേ ബാലൻസ് ഉള്ളൂ, വേഗം കയറിക്കോ അങ്ങനെ പറയും. हाय भाई साहब किधर सिम किधर मिलेगा? अभी ओपन है? ഞാൻ മുമ്പത്തെ വീഡിയോയിലും ഈ വീഡിയോയിലൊക്കെ റേഞ്ച് കട്ടാണ് എന്നൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജമ്മു കാശ്മീരിലെ സേഫ്റ്റി പ്രിക്കോഷൻ്റെ ഭാഗമായിട്ട് പ്രീപെയ്ഡ് സിം വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് പോസ്റ്റ് പെയ്ഡ് സിം ഇവിടെ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ 2 ഓപ്ഷനാണ് നമ്മുടെ കയ്യിലുള്ളത്. ഒന്നെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ പോസ്റ്റ് പെയ്ഡ് സിം ആക്കിയിട്ട് വരിക, അല്ലെങ്കിൽ ഇവിടെ എത്തിയിട്ട് ഡയറക്റ്റ് പോസ്റ്റ് പെയ്ഡ് सिम എടുക്കുക. कितना रुपये आएगा? पोस्ट पेड इधर पोस्ट पेड चलेगा ना 4.5 400 लास्ट में 400 थोड़ा with 1 month recharge free. Where are you from? केरला. अभी हिंदी बता मेरा कैसे चलेगा? हिंदी है ज़्यादा नहीं, आराम से दिक्कत है. अभी 350 से दे दीजिए. 350 दे प्लीज़, मेरे उधर पैसा नहीं है. GoPro दे जा मेरे पे. गोप्रो मेरा नहीं, मेरे दोस्त का. दे दो आईडी. हाय ये हमारी शॉप है. ठीक है ना? कैसे? बढ़िया बढ़िया. ठीक है. केरला केरला कहाँ जाना? श्रीनगर श्रीनगर घूमने. घूमने किस जगह? पहलगाम सोनमार्ग. वो बड़ा होता है घूमने के लिए. केरला अकेले रहे तो अच्छा लगेगा. केरला आपकी हिंदी बताओ मैं समझाएगा. ऐसा नहीं, थोड़ा हल्का. अभी केरला का लैंग्वेज है, उसका फुल्का लैंग्वेज है. अभी मैं दिल्ली में काम कर रहा है. ठीक है. अभी दिस इज अ वेरी फेमस नंदा जम्मू कश्मीर. नंदा मतलब? Hello brother, Famous how place. are you? I am my from is Jammu. हाँ I am Shrabi. I am drinking water. ड्रिंकिंग वाटर. Yes brother. दारू नहीं पिएगा? दारू पीता हूँ मैं भाई. हेलो हाय. अल्ट्रा बाज है भाई. How are you brother? बढ़िया, कैसे? Where are you from? मैं केरला में. Kerala में. Okay, nice. आपका नाम क्या है? My name is Shubhu. Yes. शिबू डॉन. Yes brother. I am defaulter. Bus stand. बस बस स्टैंड का डॉन है आप? Yes brother. Brother, बताओ. I am not Hindi. I am English. इंग्लिश. You are perfect English. ओके आई विल टेल इंग्लिश. Yes. ओके My shop. दिस इज योर शॉप. Yes. This is my big brother. दिस इज बिग ब्रदर. Yes. ओके बट This is my small brother. स्मॉल ब्रदर. Yes. तीन Understand? समझिए. हाँ समझना चाहिए. सुबह में बड़ा फॉर्म है आपका भैया. नहीं अभी मेरे को श्रीनगर जाना पड़ेगा. कैसे जाएगा बताइए? अभी बस में जाना पड़ेगा. गाड़ी जल्द तो मैं Where are you from? मैं केरला में. So nice brother.
भाई ब्रिक ब्रदर, ये क्या है? दिस इज टैटू, टैटू ये क्या है? AK-47 AK-47। माँ AK-47 किंग जी। एक्टिव करने कितना टाइम लगेगा? 20 मिनट। 20 मिनट है क्या? थैंक यू। चल उन्हें सस्ता लेना है, चल तमीर रुपया 150-200 दी था। चार्ज करना पड़ता, कोई बात नहीं, चार्ज करेंगे, पहले चेक तो करो। ഐഡി അങ്ങനെ നമുക്ക് നമ്മൾ സിം കിട്ടിയിട്ടുണ്ട്. ഇതാണ് സിം. ജിയോൻ്റെയാണ്. എയർടെലാണ് ബെറ്റർ, ജിയോ ആണ് ബെറ്റർ എന്ന് വെച്ചാൽ ജിയോ ആണ്. 2 ആഴ്ച റീചാർജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കാം, ഇട്ട് നോക്കാം. ഓക്കെ, दे 350. ओके, बहुत धन्यवाद. ठीक है, मिलेगा. അങ്ങനെ നമ്മൾ സിം ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പേടിക്കണം, എനിക്ക് കോളും നെറ്റൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാം. 350 കേട്ടോ സിമ്മിന്. 400 പറഞ്ഞത് 350 टेम्पर ग्लास, ईयरबड्स, पावर बैंक आई है। जी भाई मिलेगा. അങ്ങനെ നമ്മൾ അവിടുന്ന് സിം എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മൾ പോകുമ്പോൾ നമ്മൾ ആ കടക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ. പോരാത്തതിന് നല്ല വിശപ്പുണ്ട്. അപ്പം നേരെ ഹോട്ടലിലേക്ക് കയറി കേട്ടോ. क्या क्या है? आलू पराठा है, नान है, रोटी है। रोटी दे दीजिए. रोटी, हाँ, राजमा रोटी, दाल रोटी, छोले रोटी। राजमा रोटी, दाल रोटी और छोले रोटी। ठीक है, नान लगा देते हैं। हाँ ठीक है. उसके साथ बेटा 2 नान लाओ, छोले आ जाएंगे उसके साथ। उसके साथ पूरा आएगा. ഓ ठीक है. ഏകദേശം എന്താ പറയണ്ടേ, ഇവിടെ ജമ്മു ബസ് സ്റ്റാൻഡ് സിം എടുത്തില്ലേ, അത് തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട്. അവിടെ ബട്ടറിന് 70 രൂപയുള്ളൂ. അപ്പോൾ ഞാൻ 2 എണ്ണം വേണമെന്ന് പുള്ളി പറഞ്ഞു 2 എണ്ണം വേണ്ട, 1 മതി, 1 കഴിച്ചാൽ തന്നെ നിങ്ങൾ വയറ് നിറയുന്നത്. അപ്പോൾ 70 രൂപ. ഞാൻ ചോദിച്ചാൽ അതിൻ്റെ കറിയും കാര്യങ്ങളൊക്കെ, അപ്പോൾ അതൊക്കെ അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നു. അപ്പോൾ നമ്മൾ തപ്പിയുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ, അല്ലാണ്ട് ഇവിടെ മറ്റു ഹോട്ടലൊക്കെ നല്ല റേറ്റ് ഉണ്ട്. 2-3 ഹോട്ടൽ ചോദിച്ചപ്പോൾ ബടിയ अच्छा लग रहा है, കൊള്ളാം. കാഴ്ച വന്ന അവസ്ഥയാണ്. ഗർമി ലഗ് രहा है, നല്ല ചൂടുണ്ട്. ഇത് നമ്മളെ ചട്നി ഇല്ലേ, ചട്നി സാറിനാണ് കൊള്ളാം. ഇതിൽ തണുപ്പാട്ടോ, ഇത് നല്ല തണുപ്പാണ്. ഇതിന് നല്ല ചൂടാണ്. ഇത് തണുപ്പാണ്, ഇത് ചൂടാണ്. ഇതിപ്പോൾ കറിയാണ്, ബട്ടറിനാണ്, നല്ല ചൂടുണ്ട്. ഇതില്ലേ 30 രൂപയ്ക്ക് ദഹി പറഞ്ഞ കിഡിയിലെ ഒന്നും പറയില്ല, പൊളി. ശരിക്കും നാട്ടിലൊക്കെ ഡൽഹി വരെയൊക്കെ വന്നിട്ട് ദഹി കഴിക്കുന്ന സമയത്ത് വലിയ ഗുമ്മു തോന്നത്തില്ല. പക്ഷേങ്കിൽ ഇത് ഞെട്ടിച്ച് ഒരേ പൊളി. കിഡിലെ പൊളിയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ भाई लाइव चल रहा है इस टाइम। हां लाइव चला, सेवा बाला करता नहीं, होटल वायरल हुए। भाई होटल का भी नाम बताना, कौन सी स्टेट से? കേരള. अरे केरला करा तो नहीं रे, सेवा कर फुल बाप पाई थी। नहीं मैं बोल रहा है बहुत अच्छा लग रहा है. अच्छा नहीं, हाँ एकदम. अभी टी अच्छा है. बैक कैमरा निकालना और फ्रंट. ये जीजे का साला है, साला भी जीजे का साला है. ठीक है, ऑल ओके. होटल एकदम वायरल है यार. भाई को पूछो चटनी चकाओ ऐसे बोलते रखे थे. बिल्कुल. अरे कैसे बोलते, ऐसे बोलते. मैं ड्यूटी करके आया जी केरला में. हाँ, किधर? हैदराबाद में मैं रहा हूँ 7 साल. हाँ 2 साल केरला में रहा हूँ. हाँ हाँ, तो ऐसा मैं महिंद्रा जी जस्टिल का फाइनेंस एडवाइजर है. ऐसा बोला ना, ये साले का जीजा, जीजा साले का जीजा. अभी जूते खा के आया, होटल वायरल है. जक्कास कर दे, देख तेरे होटल की एडवर्टाइजमेंट दी रे, जीजे साले की नहीं दी. ശരിക്കും പറഞ്ഞാൽ ആ ചെറിയ പൈസ കൊണ്ട് ആ 70 രൂപ കൊണ്ട് നമ്മുടെ മനസ്സും വയറും ഒക്കെ നിറഞ്ഞു കേട്ടോ. നല്ല ഫുഡായിരുന്നു.
അപ്പോൾ ആരെങ്കിലുമൊക്കെ ജമ്മു താവി റെയിൽവേ സ്റ്റേഷനിൽ വന്നാണെങ്കിൽ സ്റ്റാൻഡിലേക്ക് വരുന്ന സമയത്ത് ഞാൻ 100% ഉറപ്പ് തരുന്നത് നിങ്ങൾ ഇവിടെ കയറി ഫുഡ് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വയറും നിറയും മനസ്സും നിറയും ഒക്കെ നിറയും. അപ്പോൾ നമ്മൾ അവിടുത്തെ ഫുഡ് കഴിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. एवढा का नाम क्या है? नहीं वाशिंग हो ठीक है. നമ്മളിവിടെ പോയാലും നായ്ക്കളുണ്ടാവും. ഇപ്പോൾ ഞങ്ങളുടെ കഴിച്ച ഹോട്ടലില്ലേ, അത് ഞാൻ കഴിഞ്ഞ റൂട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ജമ്മു താവിയിൽ വണ്ടി ഇറങ്ങിയിട്ട് കൊന്നാൽ ഓട്ടോ പിടിക്കരുത്. അവർ പറയും 8 കിലോമീറ്റർ 9 കിലോമീറ്ററിന്. വെറും നടക്കാൻ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നടന്നിട്ട് തന്നെ വരും. കാരണം വളരെ 1-1.5 കിലോമീറ്റർ സംഭവമുള്ളൂ. വെറുതെ ഒരു 8 കിലോമീറ്റർ 9 കിലോമീറ്റർ. അതിന് ആദ്യം പറഞ്ഞാൽ 300 രൂപയാണ് ആദ്യം പറഞ്ഞത്. പിന്നെ സംസാരിച്ചപ്പോൾ അവരെന്ത് 150 ആക്കി. ഓക്കെ, അവസാനം 100 കൊടുത്തിട്ടാണ് വന്നത്. ഞാൻ പറഞ്ഞാൽ ഇത്ര കിലോമീറ്റർ 150 തരാൻ പറ്റില്ല. അവസാനം 100 കൊടുത്തിട്ടാണ് വന്നത്. അത് അവിടെ എന്ത് ചെയ്യും, അവർക്കൊരു ഏജൻസി ഉണ്ട് അവിടെ വണ്ടീൻ്റെ. അവർ പറയും എന്താ ശ്രീനഗറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എത്ര 900 രൂപയാണ് 800 രൂപയാണെന്നൊക്കെ പറയും. നമ്മളത് മൈൻഡ് ചെയ്ത് പിന്നെ അവിടുന്ന് വെറും 20 രൂപ കൊടുത്താൽ വെറും 20 രൂപ കൊടുത്താൽ നമുക്ക് ബസ് സ്റ്റാൻഡ് കിട്ടും. ബസ് സ്റ്റാൻഡ് അവിടെ ഡ്രോപ്പ് ചെയ്യും. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, സിം എടുക്കുക. പിന്നെ അവിടെ വളരെ കുറവാണ് ഫുഡിന് റേറ്റ്, വളരെ കുറവാണ് ഫുഡിന് റേറ്റ്. അപ്പോൾ 70 രൂപയ്ക്കുള്ള നമ്മൾ വയറും നിറയും മനസ്സ് നിറയും. എനിക്കൊന്ന് ഇന്ന് ഞാൻ ഫുഡ് കഴിച്ചാൽ എനിക്കൊന്ന് ഇനി ഫുഡ് കഴിയേണ്ട ആവശ്യമൊന്നുമില്ല. ഫുൾ നിറഞ്ഞിട്ടുണ്ട് വയറ് കംപ്ലീറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ജമ്മു സ്റ്റാൻഡ് സ്മാർട്ട് സിറ്റി ലിമിറ്റഡ് എന്താ ഇവിടെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പോകേണ്ടതിന് ശ്രീനഗർ ചോദിച്ചു നോക്കട്ടെ. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു തിരക്കുമില്ല, പയ്യെ പോയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇനി ഇങ്ങനെ ജമ്മുവിലേക്ക് പോകേണ്ട കാര്യങ്ങൾ നോക്കാം. ഇതോടാ സിറ്റിങ് ഇതാട്ടോ ബസ് സ്റ്റാൻഡ്. बनिहाल है कितना लगेगा जी? बनिहाल कितना बंदा एक बंदा. നമ്മൾ ഇത്രയും സംസാരിച്ചത് നമ്മൾ പോകാനിരിക്കുന്ന ബസ്സിലെ ഡ്രൈവറാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരനോട് ഞാൻ ചോദിച്ചു ബനിഹാൽ എപ്പോഴാണ് എത്താന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞ് 4-5 മണിക്കൂർ എന്തായാലും എടുക്കും. അപ്പോൾ എപ്പോഴാണ് ബസ് ഇവിടുന്ന് സ്റ്റാൻഡ് വിടുകയെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞ് ഒരു 10 മിനിറ്റിനുള്ളിൽ എന്തായാലും ഇവിടുന്ന് വിടും. അപ്പോൾ പിന്നിൽ ഡിക്കിനുള്ളിൽ ബാഗ് വെച്ചിട്ട് ഉള്ളോട്ട് കയറിക്കുമെന്ന് പറഞ്ഞു. ഇതാണ് കേട്ടോ നമ്മുടെ ബസ്. അപ്പോൾ നമ്മൾ ബസ്സിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ബസ് അത്യാവശ്യം ഫുള്ളായിട്ടുണ്ട്, സ്റ്റാൻഡ് വിടാൻ നിൽക്കുകയാണ്. അപ്പോൾ പിന്നിലെ ഒരു സീറ്റിൽ ഞാൻ എൻ്റെ സ്ഥാനം ഉറപ്പിച്ചു കേട്ടോ. നമ്മുടെ നാട്ടിലെ ബസ് സ്റ്റാൻഡിലെ ബസ് പോലെ തന്നെ ഇവിടെ ഉള്ളിൽ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് ഓരോ ആൾക്കാർ വിൽക്കുന്നുണ്ട് കേട്ടോ. പുള്ളിയുടെ കയ്യിൽ എന്തൊക്കെയുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ തൊപ്പി, പിന്നെ സോക്സ്. അതായത് ഇതിലെ അത്യാവശ്യം എല്ലാ ആൾക്കാരും ശ്രീനഗർ ആ ഭാഗത്തേക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ശ്രീനഗറിലൊക്കെ നല്ല തണുപ്പാണ് ഈ സമയത്ത്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ തൊപ്പിയും സോക്സൊക്കെ വന്ന് വിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ ബസ്സിലെ ഡ്രൈവർ പറഞ്ഞ പോലെ തന്നെ ഒരു 10-15 മിനിറ്റിനുള്ളിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് വിട്ട് കേട്ടോ. പോകെ ബസ്സിൽ ആൾക്കാർ തിരക്ക് കൂടിക്കൂടി വന്നു കേട്ടോ. അങ്ങനെ ഇരിക്കെ സീറ്റ് കിട്ടാത്തപ്പോൾ ആൾക്കാരെന്ത് താഴെ ചെമ്പറമണി ഇരിക്കാൻ തുടങ്ങി. നമ്മുടെ നാട്ടിൽ ബസ്സിലൊന്നും ഇങ്ങനെ മലയാളികൾ താഴെ ഇരിക്കുന്നത് കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതാ ദൂരെ മലയുടെ മുകളിൽ മഞ്ഞൊക്കെ കണ്ടു കേട്ടോ. അതായത് അത്രയ്ക്കും നേരം ഒരു വരണ്ട ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ. ഇപ്പോൾ നോക്കുമ്പോൾ മലയുടെ ഏറ്റവും മേലെ മഞ്ഞ് കണ്ടപ്പോൾ ഒരു മനസ്സിന് കുളിരും കാര്യങ്ങളൊക്കെ. യാത്രയുടെ ആദ്യം എനിക്ക് സൈഡ് സീറ്റ് കിട്ടിയിരുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ കുറേ ആൾക്കാർ ഇറങ്ങി. അങ്ങനെ നോക്കിയപ്പോൾ ദോണ്ടെ ഒരു ബസ്സിലൊരു സൈഡ് സീറ്റ്. അങ്ങനെ ഓടിപ്പിടിച്ച് ബസ്സിലെ സൈഡ് സീറ്റ് പോയിരുന്നു കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സൈഡ് സീറ്റ് ഇരിക്കുമ്പോൾ നമുക്ക് വീഡിയോസും കാര്യങ്ങളും പിന്നെ പുറമെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കുറച്ച് നന്നായിട്ട് പകർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ബസ്സിലേക്ക് കുറേ ആൾക്കാർക്ക് കയറി വീണ്ടും യാത്ര തുടങ്ങി കേട്ടോ. സ്ഥലത്തിൻ്റെ പേര് പറയാൻ പറഞ്ഞു. ഇപ്പം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീനഗറിനെയും ജമ്മുവിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ബനിഹാൽ പാസിലൂടെയാണ്. ഇതേ നോക്കിയേ ദൂരെ ഒരു വെള്ളച്ചാട്ടം. അപ്പോൾ നമ്മളെ ഫോണിൻ്റെ കപ്പാസിറ്റി വെച്ചിട്ട് മാക്സിമം പകർത്തിലൊക്കെ നോക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബസ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ കണ്ടത്, അതായത് മലനിരകൾക്ക് ചുറ്റും നടുക്കായിട്ട് നല്ലൊരു ഗ്രാമം കേട്ടോ, ഒരു കുട്ടി ഗ്രാമം. അവിടെ അവരുടെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബസ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ബസ് സ്റ്റോപ്പ് എത്തിയപ്പോൾ ഒരു ആടും ഒരു ആടിൻ്റെ ഉടമയും. പുള്ളിക്കാരൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ ആടിനെ ഉള്ളിൽ കയറ്റലാണ് ലക്ഷ്യം. അപ്പോൾ പുള്ളിക്കാരൻ ഇച്ചിരി മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ബസ്സിലെ കണ്ടക്ടർ നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. അയാൾ പറഞ്ഞ് ധൈര്യമായി കയറിക്കോ, കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലാന്ന്. പക്ഷേങ്കിൽ ആടിന് ചെറിയൊരു വിമ്മിഷ്ടം ഉള്ളോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ട്.
അങ്ങനെ പുള്ളി ആടിനെ നിർബന്ധിച്ച് ഉള്ളോട്ട് കയറ്റി കേട്ടോ. പല സിനിമകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യം കേട്ടോ ഇത്രയും വലിയൊരു ആടിനെ ബസ്സിലേക്ക് അവൾ കയറ്റുന്നത് കാണുന്നത് എന്തായാലും അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. എനിക്ക് പറയാനുള്ളത് ഈ ഒറ്റ കാര്യമാണ്. അതായത് ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് ടാക്സിയിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഇത്തരം കാഴ്ചകളൊക്കെ മിസ്സായി വരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പ്രൈവറ്റ് ബസ് പിടിച്ചിട്ട് തന്നെ പോകാം കേട്ടോ. അത് കുറച്ച് എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും യാത്ര തുടരുകയാണ് കേട്ടോ. ബനിഹാൽ പാസ് ഇപ്പോൾ ഡെവലപ്മെൻറ്റിൻ്റെ വക്കിലാണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ബനിഹാൽ പാസ് ചില സീസണിലൊക്കെ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് കുറേ നേരം ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ വളരെയധികം ചാൻസും ഉണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ബദലായിട്ട് ഇങ്ങനൊരു അപ്പർ ഹൈവേ ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊന്നുമില്ല. പോരാത്തതിന് നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ റോഡും കാര്യങ്ങളൊക്കെ വളരെ മോശമാണ്. അപ്പോൾ കുറേ സമയവും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. അതൊന്നുമില്ലാതെ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്കും ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്കും പോകാൻ പറ്റുന്നതാണ് ഈ ഒരു അപ്പർ ഹൈവേൻ്റെ ഹൈലൈറ്റ്. അങ്ങനെ വണ്ടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു അപകടം ഉണ്ടായിട്ടോ. വലിയ മേജറൊന്നുമല്ല, ചെറിയൊരു അപകടം. അതായത് മുമ്പിലൊരു കാറുകാരൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കാറുകാരൻ നമ്മൾ ബസ് ചെറുതായിട്ടൊന്ന് ഉരച്ചിട്ടോ. അപ്പോൾ നമ്മൾ ബസ്സുകാരൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കാറുകാരൻ്റെ കുറ്റമാണെന്ന്. അപ്പോൾ കാറുകാരൻ പറയുന്നത് വെച്ചാൽ ഈ ബസ്സുകാരൻ്റെ കുറ്റമാണ്. അങ്ങനെ ഫുൾ പ്രശ്നമായി. അങ്ങനെ നമ്മളെ ബസ് ഡ്രൈവർ ബസ് ഓഫാക്കി അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും വലിയ പ്രശ്നവും കാര്യങ്ങളും പുറത്തോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മളെ ചിങ്കാരിയാട് നൈസായിട്ട് അവിടെ ഇരുന്നിട്ട് പുള്ളിക്കാരെ അയവർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ കാറുകാരൻ നമ്മളെ ബസ്സൊക്കെ സംഭവം കാര്യങ്ങൾ പഞ്ചായത്താക്കിയ ശേഷം നമ്മളെ ബസ് വീണ്ടും മുമ്പോട്ട് പോകാം കേട്ടോ. അപ്പോഴാണ് ദൂരെ നമ്മൾ കുറച്ചു നേരം മുന്നേ ഒരു മലയുടെ മുകളിൽ കുറച്ച് മഞ്ഞ് കണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വ്യൂ നമ്മളെ ശരിക്കും ഞെട്ടിച്ചിട്ടോ. നമ്മളെ നിരനിരയായിട്ട് നിൽക്കുന്ന മലനിരയുടെ മുകളിൽ ഫുള്ള് മഞ്ഞ്, നല്ല രസമാണ് കേട്ടോ ആ വ്യൂ ആദ്യമായിട്ട് കാണുമ്പോൾ. അങ്ങനെ ഇരിക്കെ ഒരു സ്റ്റോപ്പ് എത്തിയപ്പോൾ നമ്മളെ ചിങ്കാരിയാടും അതിൻ്റെ ആട്ടിയിടനും താഴെ ഇറങ്ങി കേട്ടോ. ശരിക്ക് നമ്മൾ ആ ആട് കുറച്ച് പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചെങ്കിലും ഈ ആട് നമുക്കൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അങ്ങനെ അവർ പോകുന്നവരെ ഞാൻ ഫുള്ള് ആ വീഡിയോയിൽ എടുത്തു കേട്ടോ. ശരിക്കും നല്ല രസമായിരുന്നു ആ കാഴ്ചയും കാര്യങ്ങളൊക്കെ. ഈ ആടിനെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മയായിരുന്നു നമ്മൾ തോമാച്ചയാണ് കേട്ടോ, സ്ഫടികത്തിലെ. അതിന് പുള്ളിയുടെ ഫേമസ് ആയ ഡയലോഗ് ഉണ്ട്. അതായത് കറുത്ത മുട്ടനാടിനെ ചങ്കിലെ ചോരാന്ന്. അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല, എന്നാലേക്ക് ഡയലോഗ് ആണ് കേട്ടോ പെട്ടെന്ന് ഓർമ്മ വന്നേ. നമ്മളുടെ ഈ യാത്രയിൽ ഞാൻ 99% ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ ഈ അടുത്തടുത്ത ഗോപ്രോ കേട്ടോ. ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ നോക്കിയേ, പിന്നിൻ്റെ ഒരുത്തിനെ കണ്ടില്ലേ, അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഏന്തി നോക്കുക നമ്മൾ വീഡിയോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ. രാവിലെ ഏകദേശം നമ്മൾ 11 മണിക്കാണ് നമ്മൾ ജമ്മു താവിയിലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബനിഹാലേക്ക് ബസ് കയറണം കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 3:30 ആ സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബനിഹാൽ എത്തിയിട്ടുണ്ട് കേട്ടോ. साढ़े 3 में जाएगी ना, तो 4:50 पे जाएगी. നമ്മളിപ്പോൾ ബനിഹാൽ നമ്മളെ ലഗേജ് ഫുൾ തിരക്കാണ്. നേരെ ലഗേജ് എന്റെ ഈശ്വര, നമ്മളെ ലഗേജ് കിട്ടിയില്ല. ലഗേജാണ് ज्यादा आगे जाना है 3:30 बजे जाओ, 12 बोला आगे जाएगी. सर ये कितना दूर है रेलवे स्टेशन में? रेलवे स्टेशन ये बिल्डिंग ये वाली है. ओ ये ठीक है, धन्यवाद. को देना यार, रेलवे लिया मैं അപ്പോൾ നമുക്കിനി പോകേണ്ട റെയിൽവേ സ്റ്റേഷനിലേക്കാ. അവിടെ നിന്ന്, അതായത് ജമ്മു താവിയിൽ നിന്ന് ബനിഹാൽ വരെ നമ്മൾ പറഞ്ഞത് 800 രൂപയാണ്. പിന്നെ അവിടുന്ന് ശ്രീനഗർക്ക് വേറെ റൂട്ടോ. നമ്മളിവിടെ എത്തി വെറും 250 രൂപയ്ക്കാണ് നമ്മളിവിടെ എത്തിയത്, വെറും 250 രൂപയ്ക്ക്.
ഒന്ന് ചവിട്ടി പിടിച്ചാൽ ഇങ്ങനെ കുറേ സ്ഥലത്ത് ലാഭിക്കാൻ പറ്റും. നമ്മളെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ട്രാവലിംഗ് സ്ഥലത്ത് സ്കാം കണ്ടിട്ടുള്ളത് എവിടെയെന്ന് വെച്ചാൽ ജമ്മു കാശ്മീരിൽ ഏറ്റവും കൂടുതൽ. അതായത് ഫസ്റ്റിന് വിചാരിച്ചു എനിക്ക് ആ 150 രൂപ പോലെ സങ്കടം എന്നല്ല, കാരണം അവർ 8 കിലോമീറ്റർ പറഞ്ഞിട്ട് ഞാൻ നോക്കി വെറും 1.5 കിലോമീറ്റർ പോലും ഇല്ല. എന്നിട്ടാണ് 150. അവർ ആദ്യം പറഞ്ഞ 400 300 ഞാൻ പറഞ്ഞ്, പിന്നെ പറഞ്ഞ് 200 ആക്കി, 150 ആക്കി. ഇറങ്ങിയപ്പോൾ 100 തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ठीक है. और इसको लाना भाई को, इसमें थोड़ा क्या फिट है, वीडियो में लाना इसको भाई को। एक कौन है? हाँ वो पीछे वाला, बीच वाला? दोनों। हाय, आपका नाम क्या है? कहाँ से आए आप? मैं केरला में. केरला। आपका नाम क्या है? बशीर। बशीर. आपका? भाई। बशीर भाई. हाँ। टैक्सी काम कर रहे थे. कहाँ से आया? मैं केरला में आ रहा है. केरला से। हाँ. कहाँ जाएगा? अभी श्रीनगर जाने पड़ेगा. घूमने जाएगा। आराम से जैसे- जाओ, अभी हो जाएगा स्नोफॉल अभी अभी नहीं हो जाएगा कल। ठीक है. अभी 10 दिन का प्लान है. हाँ। नेक्स्ट मंडे तक इधर ही है मैं. कितना बंदा है आप? मैं अकेले. और ठीक है, बिल्कुल. टेंशन के बगैर। कुछ नहीं. अभी इधर की ज़्यादा दिक्कत है. अभी ज़्यादा टैक्सी वाला ज़्यादा पैसा मांग रहा है मेरे पास. नहीं कितना लिया? नहीं देखो, मेरे पास जम्मू तक मैं पहुंच गया. इसके बनिहाल जाने के लिए बोला 800 रुपये चाहिए. मैं इधर ये बस से ना इसे 250 दिया. अभी ये टैक्स मतलब उधर की थोड़ा बस से 20 रुपये दिया. आसपास 300 में. हाँ बस स्टैंड 300 रुपये में इधर आ गया. स्टेशन से बस स्टैंड 20 हाँ 20 रुपये में. हाँ उधर से 300 दिया. हाँ वही रेट है ना. तो रेट है अभी. अच्छा किया. इसलिए दिक्कत है अभी ज़्यादा. मेरा को ज़्यादा बोला था इधर आने में ज़्यादा स्कैम चल रहा, मतलब नहीं पैसा कोई है। नहीं करेगा हाँ, वो बात. ठीक है. वो बात कोई नहीं करेगा आपके साथ वो बात. नहीं मेरे घूमने तो घूमे 200 किलोमीटर नहीं, 200 नहीं 2 किलोमीटर 3 किलोमीटर में चलेगा, दिक्कत नहीं. पैदल. पैदल क्या दिक्कत है? हाँ. अभी हेल्थ तो ठीक है. थोड़ा श्रीनगर में आप घूमना उधर लोकल में. हाँ ना बिल्कुल. गुलमर्ग, पहलगाम, सोनामर्ग, हाँ, दूध पत्री. बिल्कुल बिल्कुल बिल्कुल. आपके रिपोर्ट में. ഓക്കെ ഓക്കെ. और बढ़िया सर. ഞാനിപ്പോൾ ടാക്സിക്കാരെ കുറിച്ച് പറഞ്ഞ് നിർത്തിയിട്ടേ ഉള്ളൂ. പക്ഷെ നല്ല ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ നന്നായി സംസാരിച്ചാൽ നല്ല ആൾക്കാരുണ്ട്. ഈ പുള്ളി കണ്ടോ, അല്ല നമ്മൾ എത്ര നേരം സംസാരിച്ച്. നമ്മൾ പറ്റിക്കാൻ നിന്ന് കൊടുക്കാൻ പാടില്ല. നമ്മളെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുക. എൻ്റെ മോനെ എന്തൊരു സന്ധ്യയുടെ കൊടി കാണേ നോക്കിയേ. നമുക്ക് ട്രെയിന് 4:20 ട്രെയിന്. ഓക്കെയാ. എടാ എന്ത് ഹാപ്പിയാടാ സത്യം പറയട്ടെ. ഇത് ഞാൻ വലിയ യാത്രികനോ യാത്ര ചെയ്യാൻ തുടങ്ങി 1-2 കൊല്ലമാകുന്നേ ഉള്ളൂ. പക്ഷേങ്കിൽ ഈ യാത്ര ചെയ്തതിൻ്റെ അപ്പുറത്ത് എന്ത് ലഹരി കിട്ടുകയാണ്. MDMA വലിച്ചു കയറ്റി, കഞ്ചാവ് വലിച്ചു കയറ്റി, ഇതൊക്കെ ലഹരി കിട്ടുന്നു. പക്ഷെ ഇതിനപ്പുറം ലഹരി ഉണ്ടോ എനിക്കറിയില്ല. എന്ത് നമ്മൾ ഭയങ്കര ഹാപ്പിയാവും. എനിക്ക് ഞാൻ പറയാനുള്ളത് ഇപ്പോൾ ചില ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കുക വഴി ഒരു പറയാം. ഇടിഞ്ഞ क्या पेन नहीं चाहिए बाबू. ले ले नहीं ले ले नहीं ले ले भूख लगी खाना खा. नहीं. आप कितना रुपये? 10 रुपया. 10 रुपया 4 पेन को. नहीं एक पेन 10 रुपया. ठीक है मैं मिला दे दे. 4 पेन का 40. चल बिल्कुल. ना तो नहीं आपका बाद 2 ले लेगा, आपका 2 ले लेगा. ठीक है. ना तो का और 2 मोर लगले. अरे तोड़ अब कित भाग देख ले ना तुम आएंगे. जब ट्रेन चलेगी आप बनाओ अच्छे से वीडियो. बिल्कुल. चला യാത്ര കിട്ടുമ്പോൾ ലഹരിയില്ലേ എടാ. പൈസ കൊണ്ടുവച്ചിട്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. मेरे पास है कितने रुपये? 100 में. ये शूट वूट करने के लिए लगता है. मेरे पास ज़्यादा है अभी. ये फेमस चीज़ है, कश्मीरी शॉल है. हाँ ये कश्मीरी शॉल है. दुकान से लेगा ना 500 रुको रुको कम नहीं मिलेगा. रुको. ये देखो ये कढ़ाई वाला है. वाइट है तो इसमें कलर और भी है ना.
ये वाला कलर भी है, ये वाला कलर भी है, ये वाला कलर भी है, कलर अलग अलग है। अगर ये वाला लेना महंगा वाला भी है, 350 का है। 350 ये 100 वाला बस. ഇവർ പറയുന്നത് വെച്ചാൽ വെറും 2 മിനിറ്റും കൂടെ ലേറ്റ് ആയതുകൊണ്ടാണ് ട്രെയിൻ മിസ്സായത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയാം, അവിടെ വന്ന് ഇറങ്ങിയ സമയത്ത് എന്നോട് मिलिए ले ले इनके पास ले लिए. अच्छा वाला ले ले, बढ़िया वाला। अरे बढ़िया वाला है। मेरे पास ज़्यादा है, अभी 3-4 पीस है. एक बस ये वाला ले ले, बढ़िया। അങ്ങനെ നമ്മൾ ബനിഹാൽ എത്തിയിട്ടുണ്ട്. ഏറ്റവും കോമഡി എന്നറിയാതെ, ഞാൻ പണ്ട് PSC ഒക്കെ പഠിക്കുന്ന സമയത്ത് ശ്രീനഗറിനെയും ജമ്മുവിനെയും കണക്ട് ചെയ്യുന്ന ചുരമാണ് ബനിഹാൽ ചുരം. അപ്പോൾ ഇത് മറന്നു സംഭവം. അപ്പോൾ ഓർത്തെങ്ങനെ വെച്ചാൽ ശ്രീനഗറിൻ്റെ ശ്രീ ഓർത്ത് വെച്ച്, അതുപോലെ തന്നെ ബനിഹാലിൻ്റെ അല്ല ശ്രീനഗർ ജമ്മുവിനല്ല, അപ്പോൾ ശ്രീനഗറിൻ്റെ ശ്രീ ഓർത്ത് വെച്ച് ജമ്മുവിൻ്റെ ജായ ഓർത്ത് വെച്ച്. അപ്പോൾ ശ്രീജ കിട്ടില്ല, അപ്പോൾ ശ്രീജ ചേച്ചീൻ്റെ ബനി എന്ന് ഓർത്ത് വെച്ച്. എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല, അത് PSC പഠിക്കുകയാണെങ്കിൽ ആയിരുന്നു ചോദിക്കുക. ഇതാണ് നമ്മളെ ബനിഹാൽ. എന്നൊക്കെ ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ട് വരാം കേട്ടോ. എങ്ങനെ പടേगा സെക്യൂരിറ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമ്മളെ സാധനം വിളിച്ചിട്ടുണ്ട്. ഒരു ബാഗ് കിട്ടി. टिकट काउंट कहाँ है? टिकट अभी 4 बजे मिलेगी, बाहर खुलेगी अभी। 4 बजे आएंगे. ഇതാണ് കേട്ടോ. ഹായ്. ആദ്യ നോട്ടത്തിൽ തന്നെ ബനിഹാൽ റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് പറയണം എന്താണെന്ന് വെച്ചാൽ, ചുറ്റും മലനിരകൾക്ക് ഒത്ത നടുക്കായിട്ട് നല്ല അടിപൊളി ഒരു റെയിൽവേ സ്റ്റേഷൻ. അതിൻ്റെ സ്ട്രക്ചർ ആണെങ്കിലും പിന്നെ ആ നിർത്തിയിട്ട മെമു ആണെങ്കിലും എല്ലാം സൂപ്പർ ഇടും. നല്ല അടിപൊളി വ്യൂ നമുക്ക് പറ്റാവുന്നിടത്തോളം ട്രാവൽ ചെയ്യുക. നിങ്ങളിപ്പോൾ 20-30 വയസ്സിൽ ഇടയ്ക്കുള്ള ആളാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ സമയം ഉണ്ടാവും, ഇഷ്ടംപോലെ സമയം ഉണ്ടാവും. അപ്പോൾ 30 വയസ്സ് കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ മാക്സിമം ട്രാവൽ ചെയ്യുക, യാത്ര ചെയ്യുക. സോളോ ട്രിപ്പാണ്. ആരെങ്കിലുമൊക്കെ നല്ല കമ്പനിക്കാരൻ ആരെങ്കിലുമൊക്കെ ഉണ്ട്, അവരെ കൂട്ടി പോവുക. നമ്മളെ ട്രിപ്പിൽ അരുണാട്ടിലില്ലാത്ത നല്ല മിസ്സിങ് ആണെന്ന് വെച്ചാൽ മിസ്സിങ് ആണ്. പക്ഷേ എനിക്ക് സോളോ ട്രിപ്പ് പോകണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. ബനിഹാൽ ഇവിടെയൊക്കെ വരുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. ഇതൊക്കെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടാവണം ട്രിപ്പാണെന്ന് ചോദിച്ചാൽ, ട്രിപ്പ് തുടങ്ങി തന്നെ 2024 ഹോളിയിലെ ഇത് മുമ്പ്. ഇപ്പോൾ ഇത് ഹോളി ലീവ് വരുന്നത്, ഇതുപോലത്തെ ഹോളി ലീവ് മുമ്പ് വന്നപ്പോഴാണ് താജ്മഹൽ പോയത്. പക്ഷേ അത് ഞാൻ വെറും ടൂറിസ്റ്റ് ആയിട്ടാണ് പോയത്. അവിടെ പോയി നല്ല ഹോട്ടൽ താമസിച്ച് രാവിലെ ടാക്സി വന്ന് താജ്മഹൽ കൊണ്ടിറക്കി തിരിച്ച് വന്ന് ഓരോ സ്ഥലത്ത് പോയി ഇറക്കി അങ്ങനെയാണ് പോയത്. പക്ഷേ ഇതെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ് പാട്ടും പാടി ഡാൻസ് കളിച്ച് ആർമാദിച്ച് പോവുക. ഒന്നും പറയാനില്ല. ഇതാ ബനിഹാൽ. നമ്മളിവിടുത്തെ ആൾക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞ അടുത്ത ട്രെയിനുള്ളത് 4:25 അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം 4 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ടാണ് ഇവിടെ ക്യൂ നിൽക്കുന്നത്. ഏറ്റവും കോമഡി എന്താണെന്ന് വെച്ചാൽ, ടിക്കറ്റിനായിട്ട് ഞാൻ വിചാരിച്ചൊരു 50 രൂപ 60 രൂപ അല്ലെങ്കിൽ 100 രൂപ എടുത്തൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചത്. പക്ഷേങ്കിൽ ബനിഹാലിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോകാനായിട്ട് ടിക്കറ്റിന് വെറും 20 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. ശ്രീനഗർ ഞാനൊരു കാര്യം പറയട്ടെ. അതായത് നമ്മൾ ഒരിക്കൽ പറഞ്ഞാണ്, അതല്ല ഇവിടുന്ന് ജമ്മു താവിൽ നിന്ന് ഇങ്ങോട്ട് 800 നമ്മൾ പറഞ്ഞിരുന്നു. ആ 800-900 വരുന്ന നമ്മൾ അത് ഒഴിവാക്കിയതുകൊണ്ട് നമുക്ക് എത്ര രൂപ പൈസ ലാഭം എന്നറിയാം? 150 വിട്, ബാക്കി 20
അതിനുശേഷം 270 പ്ലസ് ഇവിടുത്തെ 290 രൂപയ്ക്കാണ് നമ്മളിപ്പോൾ ശ്രീനഗറിൽ എത്താൻ പോകുന്നത്. വിചാരിച്ചോക്ക്, നമ്മളവിടെ ഇറങ്ങുമ്പോൾ പല ആൾക്കാരും പലതും പറയും, അയ്യോ അങ്ങനെ പോയത് ഇങ്ങനെ പോയത് 800 ലാഭമാണ്, 600 ലാഭമാണ്, 700 ലാഭമാണ്. ഒന്നും ലാഭമില്ല. പബ്ലിക് ട്രാൻസ്പോർട്ടിനേക്കാൾ ലാഭമുള്ള ഒരു പരിപാടിയില്ല. അതുകൊണ്ട് കുറച്ചൊന്ന് മെനക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ചെറിയ പൈസയ്ക്ക് ശ്രീനഗർ പിടിക്കാൻ പറ്റും. ചെറിയ പൈസയ്ക്ക്. അതുമല്ല, ഈ ട്രാവലറൊക്കെ കയറി ഏകദേശം നമ്മളെ ബ്രോയിലർ കോഴി ഉണ്ടാക്കുന്ന പോലെയാണ്. അവിടുന്ന് കയറി ഇവിടെ കൊണ്ടിറക്കി, അത് അവിടുന്ന് മുട്ട ഇടുമ്പോൾ കുത്തി വെച്ച് വലുതാക്കി ചിക്കനാക്കി, ബൂം, കഥം. പക്ഷേ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യുന്നതല്ല, അതിപ്പോൾ നിങ്ങളെ കണ്ടിട്ടുള്ളതാണ്. ഇതിനകത്ത് ഈ ആടിനെ കയറ്റിയതും പിന്നെ നമ്മൾ കുറേ ആൾ സംസാരിച്ചതും ഹാപ്പി ആയതും എല്ലാം നമുക്ക് എന്ത് ചെയ്യും അവിടെ കിട്ടും. അതാണ് പ്രത്യേകത. അതുകൊണ്ട് പൈസ ഉണ്ടോ ഇല്ലയെന്നല്ല, എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് പിടിച്ച് വരിക, അതേ പറയാനുള്ളൂ. ഓക്കെ, പിന്നെന്താ, എന്തായാലും ഇപ്പോൾ സമയത്ത് 4:05 അപ്പോൾ 4:25 ട്രെയിന്. 25 1.5 മണിക്കൂർ ശ്രീനഗർ അടിക്കുക കേട്ടോ. പീസ് ഔട്ട്. അങ്ങനെ നമ്മളൊരു 4 മണി, ഒരു 4:05 ആയപ്പോഴത്തേക്ക് ദൂരെ നിന്ന് ഒരു ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. ഹായ്, ഈ ട്രെയിൻ ഇവിടെ ഏകദേശം വന്ന് 10-15 മിനിറ്റ് നിർത്തിയിടും. അതിനുശേഷം ഈ ട്രെയിനിലാണ് നമുക്ക് തിരിച്ചിട്ട് ശ്രീനഗറിലേക്ക് പോകേണ്ടത്. നോക്കിയേ, നമ്മുടെ കയ്യിൽ ക്യാമറയും ബാഗൊക്കെ കാണുമ്പോൾ കുറേ ആൾക്കാർക്ക് ടാറ്റയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ശരിക്കും നല്ല രസമുണ്ട് ആ ട്രെയിനിൻ്റെ ആ കളറും കാര്യങ്ങളൊക്കെ കാണാൻ. പൊളി, കുറേ ആൾക്കാർ ടാറ്റ തരുന്നുണ്ട്. അങ്ങനെ ട്രെയിൻ വന്ന് ഇറങ്ങിയ ശേഷം കുറേ യാത്രക്കാരൊക്കെ ഇറങ്ങി പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോഴാണ് ഒരു കറുത്ത ജാക്കറ്റും പാൻറ്റും ഇട്ട ഒരു ഹിന്ദിക്കാരൻ അങ്ങേര് വന്നിട്ട് എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. अरुण महीजा, अभी 2 महीने के पहले चालू किया था. 2 महीने पहले. कोई नहीं, कंटिन्यू करो. कैसा रहा? ठीक रहा ना? अच्छा, मजा आया? हाँ, मजा आ रहा है. बर्फ शर्फ देख? नहीं, अभी पहले देख रहे. कहाँ? अच्छा, वहाँ में वो सामने देखा? चलो, नहीं देखा, देखने के लिए जा रहे हैं. अभी जा रहे हो? चलो ठीक है. Nice to meet you. Thank you. എടാ, ഏത് പൊളി, അറിയാതെ ഹിന്ദിക്കാർ വന്നിട്ട് ഓരോരോ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെ ഇങ്ങനെ പൊളി തന്നെ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. അങ്ങനെ ട്രെയിൻ ഒരു 5 മിനിറ്റിനുള്ളിൽ എടുക്കും. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ശ്രീനഗർ.